നീണ്ട 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ യൂട്യൂബിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതാണ് ഈ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാറിയിട്ട് ഇതിൻ്റെ ഡേ 1 ഓഫ് യൂട്യൂബ് വ്ളോഗാണ്. യൂട്യൂബിൽ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇത് ജസ്റ്റ് വ്ളോഗായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. എൻ്റെ ഡെയിലി ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള അല്ല, പക്ഷെ അല്ലാതെ വർക്ക് റിലേറ്റ് ചെയ്തും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് വെറുതെ കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഞാൻ സംസാരിക്കാനും താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ഞാൻ പുതിയ ലൈറ്റ് വാങ്ങി, ഇന്ന് വാങ്ങിച്ചതേ ഉള്ളൂ. 290 രൂപയേ ഉള്ളൂ. ആമസോണിലുണ്ട്. ഇതിനകത്ത് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കമൻറ്റ് കൊടുത്തിരിക്കാം. സോ ഈ വീഡിയോ ആര് കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ആരും കാണത്തില്ലായിരിക്കാം, 0 വ്യൂസ് ആയിരിക്കാം. ഫസ്റ്റ് വ്യൂസ് 1 10 രൂപ വല്ലതും കാണുമായിരിക്കും ചിലപ്പോൾ. ഞാൻ എന്തായാലും ആർക്കും അയച്ചു കൊടുക്കത്തില്ല. അപ്പോൾ അത് എത്ര പേര് കണ്ടാലും ഈ വീഡിയോ എനിക്കുള്ളതാണ്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങി എന്നൊരു സംഭവം എൻ്റെ മൈൻഡിൽ തന്നെ എനിക്ക് വരുത്താൻ വേണ്ടി ഞാൻ എടുക്കുന്നൊരു വീഡിയോ. സോ അത്രേ ഉള്ളൂ. അല്ല, എൻ്റെ പേര് നന്ദു. ഞാൻ ഈ പേഴ്സണൽ ബ്രാൻഡിങ് റിലേറ്റ് ചെയ്ത് കണ്ടന്റ്, ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്താണ്, അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് വെച്ച് നമുക്ക് ഇപ്പോൾ ഉള്ള ഗുണം എന്തൊക്കെയാണെന്ന് കുറേ പേർക്ക് അറിയായിരിക്കും. പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടും. എനിക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. ഞാൻ ഡൊജോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. സോ അവിടെ ഞാൻ എൻ്റെ ഒരു കോഴ്സ് ചെയ്ത് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ സ്പീക്കറായിട്ട് വിളിച്ചു. ലൈക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ്. അതൊക്കെ കുറേ കഥയാണ്. എനിക്ക് നേരെ സംസാരിക്കാൻ പോലും ഉണ്ടായിരുന്നു. ആൾക്കാർ സംസാരിക്കാൻ നല്ല പേടിയായിരുന്നു. കുറച്ച് ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ആയിരുന്നു. എന്നെ പബ്ലിക് സ്പീക്കിംഗ് അങ്ങനൊരു പരിപാടിക്ക് വിളിച്ച് ഒരു 10-500 പേരുടെ മുന്നിൽ സംസാരിക്കാൻ. സോ പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ട് എനിക്ക് കിട്ടിയ കുറച്ച് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ അതിനകത്ത് വരുന്നതാണ് ഈ പബ്ലിക് സ്പീക്കിംഗ്. പിന്നെ ഈ ഡൊജോക്സ് എന്നൊരു ആപ്പ്. അതിനകത്ത് ഞാനൊരു കോഴ്സ്, പേഴ്സണൽ ബ്രാൻഡിങ് ത്രൂ ഇൻസ്റ്റാഗ്രാം എന്നൊരു കോഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ്, അതിൻ്റെ കൺസൾട്ടേഷൻസ്, അതിൻ്റെ പ്രോപ്പർ വർക്ക് ഇതെല്ലാം എടുത്ത് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആരാണെന്നും ഞാൻ ചെയ്ത വർക്ക് എന്താണെന്നും പേഴ്സണൽ ബ്രാൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയ കുറച്ച് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് ഇതൊക്കെയുള്ള എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ ഈ വ്ളോഗിനകത്ത് ഇതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഞാൻ പറയുന്നത്. ഇതിൻ്റെയൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ആയിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ. ഇപ്പം എന്താ പറയുന്നത്, ഈ നമ്മൾ റീലിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കൂടുതലും സക്സസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറേ ഫെയിലിയേഴ്സ് ഉണ്ട്, കുറേ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഡോക്യുമെന്റ് ചെയ്താൽ കൊള്ളാം എന്നൊരു മെൻറ്റാലിറ്റി. എനിക്കറിയത്തില്ല, ചിലപ്പം ഇതെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ ഈ വീഡിയോ ആരും കാണുന്നില്ലായിരിക്കാം. ചിലപ്പോൾ ഒരാൾ മാത്രമേ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. സോ കാണുന്ന ഒരാൾക്ക് ഹായ്. ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഹായ്, താങ്ക് യു. ഇനി ആരും കാണുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വല്ലപ്പോഴും ഒക്കെ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുമായിരിക്കും. ഇത് റോ ആയിട്ടുള്ളതിനെ കുറിച്ച് കണ്ടൻസ് ആയിരിക്കും. ഞാൻ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നത്. എനിക്കറിയത്തില്ല ഇത് എന്ത് പോസ്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ എന്തെങ്കിലും എൻ്റെ ഓരോ ഡോക്യുമെൻ്ററി, എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. സോ ഓക്കെ, ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോ എന്നാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിന് പ്രത്യേകിച്ച് എൻ്റെ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. അടുത്ത വർഷം ഇതേ ടൈമിൽ ചിലപ്പോൾ ഞാനിരുന്ന് ആലോചിക്കുന്നുണ്ടായിരിക്കാം ഈ വീഡിയോ എടുത്തത് എന്തുകൊണ്ട് നന്നായി, ഈ വീഡിയോ എടുത്തതാണ് എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. കുഴപ്പമില്ല. താങ്ക് യു. ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് ഞാൻ എന്നോട് തന്നെ താങ്ക് യു പറയുന്നു. ബൈ.